ശേഷം വായക്കാട് ഗ്രാമപഞ്ചായത്ത് 2023 ജനുവരിയിൽ ഇവർക്ക് പരിസ്ഥിതി NOC ഇല്ല, കട്ടായി. അത് വെച്ച് സെക്രട്ടറി ലൈസൻസ് കൊടുക്കാതെ ആഡിയോയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അറിയിച്ച് അത് പഞ്ചായത്തിന് NOC കിട്ടിയിട്ട് കൊടുത്താൽ മതി എന്നുള്ള നിയമോപദേശ പ്രകാരം അത് കൊടുക്കാവുന്ന സമയത്ത് അവർ ഹൈക്കോടതി പോയിട്ട് ഈ ലൈസൻസ് ഇല്ലാതെ തന്നെ താൽക്കാലികം ലൈസൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോടതിൻ്റെ ഓർഡർ പഞ്ചായത്തിലുണ്ട്, കൊടുക്കാനുള്ള തീരുമാനം. ആ ഒരു ലൈസൻസ് മേലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പഞ്ചായത്ത് രേഖകൾ വെച്ചിട്ട് ഈ 2024 ജനുവരിയിൽ അവർക്ക് പൊല്യൂഷൻ കഴിഞ്ഞ് എക്സ്പയർഡാണ്. അവരുടെ കയ്യിലുണ്ടോയെന്ന് അറിയില്ല, പഞ്ചായത്ത് രേഖകളിലില്ല. അപ്പോൾ ഈ കോടതിൻ്റെ ഈ ഹുങ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ കോടതിൻ്റെ സപ്പോർട്ട് വെച്ചിട്ട് സ്വാഭാവികമായിട്ട് ഇവർ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ കോടതിയോ ജിയോളജിയോ മറ്റുള്ള ആളുകളും പറയണ നിയമങ്ങൾ വെച്ചിട്ടല്ല ഈ സ്ഥാപനം നടക്കണമെന്നുള്ളത് ഏതൊരു സാധാരണക്കാരും അറിയും. കാരണം ഒരു കട്ടിങ് ചെയ്യുമ്പം അതിൻ്റെ എത്ര മുന്നോട്ട് ഒരു അതിരുമെന്ന് വിടണമെന്നും ഈ കാര്യങ്ങൾ മുഴുവൻ വയലേഷനാണ് ചെയ്യണത്. അത് പറയുമ്പോൾ ഈ പോകുന്ന വണ്ടികൾക്ക് കംപ്ലീറ്റ് ഓവർലോഡുകളാണ്. അതിൻ്റെ പുറമെ പായികൾ ഇടില്ല, സ്കൂൾ സമയത്ത് ഓടുന്നുണ്ട്. അതൊക്കെ ഒരു വേറെ നിയമവശം. ഇതൊന്നും നോക്കാൻ നിയമവശത്തിൽ ആൾക്കാർ വരുന്നില്ല, ചെയ്യുന്നില്ല, പോലീസുകാർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വീടുകൾ വിണ്ട് കീറിയിട്ട് നിങ്ങൾക്ക് കാണാം. കോടിയമ്മൾ 1-ാം വാർഡിലാണെങ്കിലും ഇവിടെ പട്ടേലാണെങ്കിലും വീടുകൾ വണ്ടി കീറിയിട്ട് ജനങ്ങൾക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ട്. ഓരോ വെടി പൊട്ടുന്ന സമയത്ത് ഉച്ചക്ക് 1 മണിക്കാണ് ഉണ്ടാവുക. അത് പ്രത്യേക ഒരു ഇലക്ട്രിക്കൽ വെടി എന്നൊക്കെ കേൾക്കുന്നത്. അത് എല്ലാ ലംഘനങ്ങളും അതിൻ്റെ പ്രകമ്പനാണെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് കൂറ് വരുന്നതിലും എല്ലാ നിബന്ധനയും കവിച്ചിട്ടാണ്. ഇത് സാധാരണക്കാർ പരാതി കൊടുത്താൽ, പഞ്ചായത്ത് പരാതി കൊടുത്താൽ പോലും അതിനെ ബന്ധപ്പെട്ട ജിയോളജിയോ മറ്റോ വന്നുകൊണ്ട് ഇത് നിയമത്തിൻ്റെ ഉള്ളിലാണ് പൊട്ടിക്കണമെന്നുള്ള ഇതുവരെ പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജു സെക്രട്ടറി ആയ സമയത്ത് നോട്ടീസ് അയച്ചു ഇതിൻ്റെ നിയമലംഘനം ഉണ്ടോയെന്ന് വെച്ചിട്ട്. ഒരു മറുപടിയും പഞ്ചായത്ത് ഓഫീസിൽ പോലും ഇവർ തരില്ല. എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട് ഈ സ്ഥാപനം നടക്കുന്ന നിയമത്തിൻ്റെ വിധേയമായിട്ടാണോ, എന്താ വയലേഷൻ എന്ന്. അത് വന്ന് ഒരു ഗവൺമെൻറ് മിനി ഗവൺമെൻറ്റായ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ചോദിച്ചിട്ട് പോലും ആ മറുപടി കിട്ടുന്നില്ല. ആഡിയോ മാത്രമാണ് അത് പഞ്ചായത്തിൻ്റെ അധികാരപരിധിയാണ്, NOC ഇല്ല കൊടുക്കേണ്ടെന്നുള്ളൊരു ഇത് കിട്ടിയത് വിവരാവകാശ കയ്യിലുണ്ട്. അപ്പോൾ ഏതായാലും ജനങ്ങളെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നോർമലായി നടന്നു പോകുന്നൊരു കാലത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. കണ്ടമാനം കൂടുതൽ ഇപ്പം നിങ്ങൾ കണ്ട് 100 കണക്കിന് വണ്ടിയാണ് ഒരു ടൈമിൽ ഓൺ ദ സ്പോട്ടിൽ വരുന്നത്. ഇത് ഈവനിങ് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പൊതു റോഡൊക്കെ ഇവർക്കും വേണ്ടിയിട്ട് കേട് വരുത്തുക, മണ്ണിതിൽ എല്ലാ തോന്നിയാസങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്നും സഹായങ്ങളുണ്ടാവും. പഞ്ചായത്ത് ഭരണസമിതി ഈ 25-ാം തീയതി തീരുമാനമെടുത്ത് കേസ് റീഓപ്പൺ ആക്കാനും ഈ വയലേഷൻ കാണിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ അടുത്ത ആഴ്ച സബ് കമ്മിറ്റി പ്രസിഡൻറ്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെ സബ് കമ്മിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്ത് റിപ്പോർട്ടാക്കിയിട്ടാണ് കൊടുക്കാവുന്നത്. അത് രണ്ടാമതും അടുത്ത ആഴ്ച ആ സബ് കമ്മിറ്റി വരുന്നുണ്ട്.